Hello all and welcome back to another class on our accounting process basics chapter. The last classes നമ്മൾ journals എങ്ങനെയാണ് prepare ചെയ്യേണ്ടതെന്ന് പഠിച്ചു, ledgerഉം പഠിച്ചു. ഇന്ന് നമ്മൾ accounting process അല്ലെ book keepingന്റെ അടുത്ത സ്റ്റേജ് ആയ trial balance എങ്ങനെയാണ് prepare ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവുകയാണ്. Trial balance is fairly simple because it is just an extension of the second step in process, which is nothing but ledger. Ledger എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ലെഡ്ജർ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വി ഹാഡ് പ്രിപ്പയർഡ് ഫ്യൂ അക്കൗണ്ട്സ് അല്ലേ, നമ്മൾ ആ ട്രാൻസാക്ഷൻസ് ഒക്കെ വെച്ച് കുറച്ച് അക്കൗണ്ട്സ് ഉണ്ടാക്കി. എന്നിട്ട് ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ സമ്മറൈസ് ചെയ്ത് എഴുതിയിരുന്നു അല്ലേ. അതിൽ ഒന്ന് രണ്ട് അക്കൗണ്ട്സിന് ബാലൻസ് ഒന്നും വരുന്നില്ല, അതായത് ക്ലോസ് ഡൗൺ ആയി പോകുന്ന ബാലൻസസും ഉണ്ട്. എന്നാൽ പോലും നമ്മൾ എല്ലാ ലെഡ്ജറിൻ്റെയും ബാലൻസുകൾ എഴുതി. ഇത് തന്നെയാണ് ട്രയൽ ബാലൻസിലും ഇൻ റിയാലിറ്റി നമ്മൾ ചെയ്യുന്നത്. അതായത് ലെഡ്ജർ പ്രിപ്പറേഷൻ സ്റ്റേജിലെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ആദ്യമേ കണ്ടുപിടിക്കുക. ആ ബാലൻസുകളെ സമ്മറൈസ് ചെയ്ത് വേറൊരു ഷീറ്റിലേക്ക് കൊണ്ടുപോയി എഴുതുന്നതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഞാനിപ്പോൾ കൺസൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ, പക്ഷെ ഫോർമാറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വെൻ ഇറ്റ് കംസ് ടു ട്രയൽ ബാലൻസ്. ബട്ട് എഴുതാൻ പോകുന്ന കണ്ടന്റുകൾ ഇത് തന്നെയാണ്. ഓരോ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ നമ്മൾ എടുത്തെഴുതുന്ന ഒരു സ്ഥലമാണ് ട്രയൽ ബാലൻസ്. സോ അതിൽ ഡെബിറ്റ് കാണും, ക്രെഡിറ്റ് കാണും, ചില അക്കൗണ്ടുകൾക്ക് ബാലൻസേ കാണില്ല. അപ്പോൾ ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ട്രയൽ ബാലൻസിലേക്ക് വരത്തില്ല. ഇറ്റ് സ്റ്റോപ്സ് ബൈ ലെഡ്ജർ സ്റ്റേജ് ഇറ്റ്സെൽഫ്. അപ്പോൾ അതിൽ ഒരു രൂപയെങ്കിലും ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ എടുത്ത് ട്രയൽ ബാലൻസിൽ കൺസൈസ് എഴുതുന്നതാണ് ചെയ്യാൻ പോകുന്നത്. വൈ ഇറ്റ് ഈസ് ഡൺ? ദാറ്റ് ഈസ് ദ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ ട്രയൽ ബാലൻസ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഡിസ്കഷൻ ചെയ്തിരുന്നു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ ഡെഫിനിഷനിൽ. അടുത്തത് അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലേ. ആ രണ്ട് സ്റ്റേജിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെ സ്റ്റെപ്പുകളാണ്? ട്രേഡിംഗ് ആൻഡ് P&L പ്രിപ്പറേഷനും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഈ ട്രേഡിംഗ് ആൻഡ് P&Lലേക്കും ബാലൻസ് ഷീറ്റിലേക്കും എടുത്തെഴുതാൻ പോകുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാണ്. ട്രയൽ ബാലൻസ് എവിടെ നിന്നാണ് വരുന്നത്? ജേർണലിൽ നിന്ന്, ലെഡ്ജറിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല, പക്ഷേ കൺസൈസ് ആയിട്ട് ഏറ്റവും സമ്മറൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ്റെയും സമ്മറി കിടക്കുന്ന ട്രയൽ ബാലൻസ് ആണ് നമ്മളുടെ ബേസിസ് ഫോർ ഫൈനലി preparing the position of the business as well as whether the business has earned any profit or loss. Yeah. So how do we prepare it? How do we prepare a trial balance എന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആദ്യം. It will be written as trial balance as at. ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേയിലായിരിക്കും അല്ല, ബിക്കോസ് ലെഡ്ജറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നമുക്കറിയാം പല ഡേയ്സിലാണ് ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നത്. സെയിൽസ് നടക്കുന്ന ഒരു ദിവസവും അതിൻ്റെ കാശ് കിട്ടുന്നത് മറ്റൊരു ദിവസമാണ് അല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ഡേയിലാണ്. ഇൻ വിച്ച് ഡേ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ലെഡ്ജർ ബാലൻസസ് ആർ ലെഡ്ജർ പൊസിഷൻ. അപ്പോൾ ജനറലി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന ആ ദിവസമാണ്. So let us assume 1st April തൊട്ട് 31st March വരെയുള്ളതാണ് നമ്മളുടെ കണക്ക് പ്രിപ്പയർ ചെയ്യുന്ന പീരീഡ് എങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 31st March. Let us assume 2020 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ബേസ്. ബിക്കോസ് ഈ ഡേറ്റിലാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. റീസൺ ഇസ് ഇവിടെ നിന്നാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയ അടുത്ത പടി പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 ഒരു വർഷം എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ബാലൻസസ് എല്ലാം ആസ് ഓൺ 31st മാർച്ച് വരെ നമ്മളെല്ലാം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ബാലൻസ് അറൈവ് ചെയ്യുന്നത്. ആ ദിവസത്തെ ബാലൻസുകളാണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസത്തെ പൊസിഷനാണ്, അല്ലാതെ ഓരോ ദിവസത്തെയും അല്ല, ഒരു വർഷത്തെ അല്ല, നമ്മൾക്ക് തന്നിരിക്കുന്ന പീരിയഡിന്റെ മുഴുവൻ അക്കൗണ്ടിങ്ങും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലൻസസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഹെഡിങ് ഇതിന്റെ ഫോമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ട്രയൽ ബാലൻസ് ആസ് എറ്റ്, ഏത് ദിവസമാണോ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഡേറ്റ് എഴുതുക. പിന്നെയുള്ളത് സീരിയൽ നമ്പർ, particulars, ledger folio, debit and credit. ഇതും in rupees. ആൻഡ് വീണ്ടും പറയുന്നു, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ജേർണൽസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, വേറെ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇൻ തൗസൻഡ്സ് ആയിരുന്നു റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും താഴെ നമ്മൾ റുപ്പീസ് ഇൻ തൗസൻഡ്സ് എഴുതും, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ തന്നെയുള്ള സാധാരണ റുപ്പീസ് എഴുതി ഓരോ എമൗണ്ട് തന്നെ, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് ഒരു ബേസിക് ഫോമാറ്റ് എന്ന് പറയുന്നത്. സീരിയൽ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, LF നത്തിങ് ബട്ട് ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇനി നമ്മൾ മുന്നോട്ടൊക്കെ പോകുമ്പോൾ വെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മേജർ ആയിട്ടുള്ള കോളംസ് എന്ന് പറയുന്ന പെർട്ടിക്കുലേഴ്സും ഡെബിറ്റും ക്രെഡിറ്റുമായി മാറിയെന്നൊക്കെ ആയിരിക്കും. ബിക്കോസ് സീരിയൽ നമ്പർ ആൻഡ് LF ജസ്റ്റ് ആൻ ആഡഡ് പ്രസൻറ്റേഷൻ ടെക്നിക്, കുറച്ചും കൂടെ പ്രസൻറ്റേഷൻ ഭംഗിയാക്കാനൊക്കെ ഉള്ളതാണ്. ആ ഒരു കോളം ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റിക്ക് തെറ്റൊന്നും വരാനില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പിന്നീടൊക്കെ പോകുമ്പോൾ ഈ രണ്ട് കോളംസും ഇല്ലാതെയും പ്രിപ്പയർ ചെയ്തെന്ന് കണ്ടെന്നിരിക്കും. ബട്ട് ഇനി ഫോമാറ്റ് പഠിക്കുമ്പോൾ ഇത്രയുമാണെന്ന് പഠിച്ചോളുക. ഇനി ഈ ഒരു ഫോമാറ്റാണ് ജനറലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദ മെത്തേഡ് ദാറ്റ് വി ഫോളോ ഇസ് നത്തിങ് ബട്ട് ബാലൻസ് മെത്തേഡ്. അപ്പം നമ്മൾക്ക് പല മെത്തേഡുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ബാലൻസ് മെത്തേഡാണ്. ത്രൂ ഔട്ട് നമ്മൾ മുന്നോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് മാത്രമേ നമ്മൾ പേര് പറയുന്നില്ലെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ ഇതിൽ കൂടുതൽ മെത്തേഡ്സ് നമ്മൾ കൊണ്ട്, പക്ഷെ ഇത് യൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം ക്ലാരിറ്റി ഇല്ല, കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വി ജനറലി പ്രിഫർ ബാലൻസ് മെത്തേഡ്. Now, how do we present balance method? Trial balance. അതിന് ഓരോ ലെഡ്ജറും നമ്മൾ പിക്ക് ചെയ്യണം വിച്ച് ഹാസ് എ ബാലൻസ് ഓൺ 31st, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഡേറ്റിൽ. അപ്പം നമ്മൾക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ബാങ്ക് അക്കൗണ്ട്. സോ വി വിൽ റൈറ്റ് ഇൻ സീരിയൽ നമ്പർ എഴുതി അങ്ങ് നമുക്ക് പോകാം. ബാങ്ക്. ഇവിടെ വീണ്ടും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എഴുതിയില്ലെങ്കിലും തെറ്റൊന്നുമില്ല, കാരണം ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ ബാലൻസ് വന്നത് നമ്മൾക്ക് അറിയാം. ഇനി എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു? 11,35,000. സോ 11,35,000 ഏത് ബാലൻസ് ആണെന്ന് ഇപ്പം ഞാൻ ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈസി, ബട്ട് ഇൻ റിയാലിറ്റി യു വിൽ ഹാവ് ടു ചെക്ക് ദ ലെഡ്ജർ. ആ ലെഡ്ജർ നോക്കി വേണം നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾക്കൊന്ന് ചെയ്തു പോകാം. ബാങ്കിന് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് 11,35,000 ആണ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത് ബാലൻസിങ് ഫിഗർ ആയിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ലെഡ്ജറിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. റീസൺസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ എന്ത് ചെയ്യണം? ഡെബിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കോളത്തിന് താഴെ 11,35,000 and nothing under credit. സോ ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനെയും ആ ലെഡ്ജറിൽ പോയി നോക്കി അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണോ ഡെബിറ്റ് ബാലൻസ് ആണോ നോക്കി ആ അക്കൗണ്ടിൽ ഉള്ള ബാലൻസിങ് ഫിഗർ എടുത്ത് ട്രയൽ ബാലൻസിലേക്ക് എഴുതണം. സോ നെക്സ്റ്റ് അക്കൗണ്ട് ഇസ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഐ എം അസ്യൂമിങ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് ബാലൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഹെഡിങ്ങിൽ എഴുതിയ 31st മാർച്ച് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. സോ നെക്സ്റ്റ് ലെഡ്ജർ ഇസ് ക്യാഷ് അക്കൗണ്ട്. അതിൻ്റെ ബാലൻസ് എത്രയുണ്ട്? 3,95,000. ബാലൻസിങ് ഫിഗർ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. സോ ഇറ്റ് ഹാസ് എ ഡെബിറ്റ് ബാലൻസ്. സോ ക്യാഷ് അക്കൗണ്ട് ആണ് അടുത്ത ലെഡ്ജർ, which has a balance of 3,95,000 and that is a debit balance. Next ledger.
Next ledger was capital account. Capital accountനുള്ള balancing figure ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് 10 lakh ആണ്, and അത് debit സൈഡിലാണ് എഴുതിയിരിക്കുന്നത്, so it has a credit balance. So next is capital, and under credit balance or credit column 10 lakh. 4 we had Krishna account. പക്ഷെ കൃഷ്ണ അക്കൗണ്ടിന് ബാലൻസിങ് ഫിഗർ ഒന്നുമില്ല. അതായത് അതിൻ്റെ അർത്ഥം ആ വർഷം തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡായി ക്ലോസ് ആയി. ഇൻ ദ സെൻസ് കൃഷ്ണയ്ക്ക് 1.5 ലക്ഷത്തിൻ്റെ സെയിൽ ഉണ്ടായിരുന്നു. അത്രയും എമൗണ്ട് അവർ സെറ്റിലും ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബാങ്കിൽ വന്നു എന്നല്ല, നമ്മൾ അലവ് ചെയ്ത ഡിസ്കൗണ്ടും വഴി അവരുടെ ഫുൾ തരേണ്ട എമൗണ്ട് ക്ലോസ് ഡൗൺ ആയി. അപ്പോൾ അവർക്ക് ഇനിയൊരു ബാലൻസ് ഇല്ല. സോ കൃഷ്ണ അക്കൗണ്ടിന് ബാലൻസ് ഇല്ല. അത് ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോയി എടുത്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് നമ്മൾക്ക് എഴുതാൻ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കോളത്തിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ എമൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ നില്ല് എഴുതാൻ വേണ്ടി നമ്മളൊരു ലെഡ്ജർ എടുത്ത് എഴുതേണ്ട കാര്യമില്ല. സോ കൃഷ്ണ അക്കൗണ്ട് വരില്ല. അതേ റീസൺ പോലെ തന്നെ ശ്യാം അക്കൗണ്ടിനും ക്ലോസിംഗ് ബാലൻസ് ഇല്ലാത്ത കാരണം ശ്യാം അക്കൗണ്ടും വരില്ല. അടുത്തത് റെന്റും സാലറിയും. റെന്റിനും സാലറിക്കും ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ. സോ വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ ഡെബിറ്റ് ബാലൻസ്. റെന്റിന് 50,000, സാലറിക്ക് 1,00,000. So rent 50,000 and salary 1 lakh. In a ledger folio column നമ്മൾ പഠിക്കാൻ നേരത്തും അധികം യൂസ് ചെയ്യാറില്ല, ബട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലെഡ്ജർ ഫോളിയോ. അതായത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏത് പേജിലാണെന്ന് റെഫറൻസ് കൊടുക്കാനാണ്. So next ledger is discount receipt. It has a balancing figure written on debit side, which means it is a credit balance. Discount receipt 10,000. ഞാൻ ഷോർട്ട് ഫോം എഴുതിയതാണ് ഡിസ്കൗണ്ടിൻ്റെ. DISC ഷോർട്ട് എഴുതും, പക്ഷെ എക്സാമിന് അങ്ങനെ എഴുതണ്ട. ഇപ്പോൾ ക്ലാസ്സിൽ അങ്ങനെ എടുത്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഡിസ്കൗണ്ട് റിസീപ്റ്റ്. Next ledger you have is discount allowed, which has a credit side ഒരു balancing figure ഉണ്ട്, meaning that this account has a debit balance. അതിൻ്റെ റീസൺ ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൽ പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ് പോയി റീവിസിറ്റ് ചെയ്തോളുക. സോ ഡിസ്കൗണ്ട് അലൗഡ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് 5,000. ഇനി ഈ ഒരു രണ്ട് ലെഡ്ജേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ സിംഗിൾ ലെഡ്ജർ വഴിയും ഈ രണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് തന്നിരിക്കും. അതായത് നമ്മൾ എഴുതിയ ബൈഫക്കേഷൻ ഇല്ലാതെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അലൗഡ് ആയിട്ടുള്ളതെല്ലാം ഡെബിറ്റിലും വരും, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് എല്ലാം ക്രെഡിറ്റിലും വരും. എന്നിട്ട് അതിൻ്റെ നെറ്റ് ഓഫ്, അതായത് ബാലൻസ് എഴുതുകയാണ്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടും കൂടെ ലെഡ്ജറും കൂടെ മേർജ് ആയി ഒരു സിംഗിൾ ലെഡ്ജർ വേണമെങ്കിലും പ്രസൻറ്റ് ചിലപ്പോഴൊക്കെ ചെയ്തെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഈ രണ്ട് ക്ലോസിംഗ് ബാലൻസസും മേർജായി നെറ്റ് ബാലൻസ് മാത്രമായിരിക്കും ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കോമൺ ലെഡ്ജറിന് ബാലൻസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കാരണം വി ഹാവ് സെപ്പറേറ്റ് ലെഡ്ജേഴ്സ്. പക്ഷേ ഇതല്ലാതെയും നിങ്ങൾക്ക് കണ്ടെന്നിരിക്കാം. എങ്ങനെയായിരിക്കും മേർജ് ചെയ്താൽ വരാൻ പോകുന്നത്? ഈ ബാലൻസ് നോക്കി തന്നെ നമ്മൾക്ക് പറയാമല്ലേ, ഡിസ്കൗണ്ട് റിസീവ്ഡിന് 10,000 ഡിസ്കൗണ്ട് അലൗഡിന് 5,000. അപ്പോൾ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്താൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത്. സോ മേർജ് ചെയ്താലും വരാൻ പോകുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സിംഗിൾ ലെഡ്ജർ വരും 5,000 ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട്. സോ അത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത ലെഡ്ജർ പ്രിപ്പറേഷന് ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ള സെപ്പറേറ്റ് അക്കൗണ്ട് എഴുതാതെ ഒരു സിംഗിൾ അക്കൗണ്ട് വഴി എഴുതി നോക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ലെഡ്ജർ വാസ് purchases and sales. Purchasesന് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത്, which means it is a debit balance. So purchases account is 2,75,000. And ninth and final one was sales, which has a
ഡെബിറ്റ് സൈഡിൽ ഒരു ബാലൻസ് ഉണ്ട് 9,50,000, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. ഇനി എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ ബാലൻസസ് എടുത്തെഴുതി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും സം ചെയ്ത് ടാലി ആകുന്നതിന്, നമ്മൾ ഒരേപോലെ ആകുന്നതിന്, രണ്ടും ഈക്വൽ ആവുന്നതിന് പറയുന്ന വേർഡാണ് ടാലി ഓർ ടാലിയിങ്. So we have to ensure that this debit totals tally to credit totals. അത് നമുക്ക് നോക്കാം. 11,35,000 plus 3,95,000, 50,000, 1 lakh, 19,60,000 debit into total. ക്രെഡിറ്റിൻ്റെയും 19,60,000. So this ensures that arithmetical accuracy ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് ലെഡ്ജറിലൊക്കെ എന്ന് ഒരു പരിധി വരെ ഇത് തെളിയിക്കുകയാണത്. നമ്മൾ ചെയ്തത് ശരിയാണ്, അരിത്മെറ്റിക്കലി ശരിയാണ്. പക്ഷേ ട്രയൽ ബാലൻസ് ടാലി ആയത് കാരണം മാത്രം ഒരു തെറ്റും നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സംഭവിച്ചില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ഇൻഡിക്കേഷനാണ് ഒരു പരിധി വരെ എല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത് ടാലി ആയില്ലെങ്കിൽ അപ്പം നമ്മൾക്കൊരു റെഡ് സിഗ്നലാണ്. ഏതോ എഴുതിയ ലെഡ്ജറിൽ അല്ലെ ജേർണൽ തൊട്ട് എഴുതിയപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റ് കണ്ടുപിടിച്ച് ഇത് ടാലി ചെയ്യുക എന്നുള്ളത്. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടാലി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ടാലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100% എറർ ഫ്രീ ആയി എന്നുള്ളതല്ല. Now, why do we say that 100% error free ആയിട്ടുള്ളതല്ല? For that, let us go to your study material ലേക്ക് നമ്മൾക്കൊന്ന് പോവാം. And we are going to take up the theory. ആ തിയറി ലിമിറ്റേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ് എല്ലാം പറയുന്നുണ്ട്. നമ്മൾക്ക് അതൊന്ന് വായിച്ചിട്ട് let us discuss. So, ട്രയൽ ബാലൻസ് ടാലി ആയാലും അതിൻ്റെ അർത്ഥം 100% എറർ ഫ്രീ ആണെന്നുള്ളതല്ല. എന്തുകൊണ്ടാണ്? കാരണം we can still make some errors which wouldn't impact our tallying of debit and credit. എന്താണ് കുറച്ച് എറേഴ്സ്? ആദ്യത്തെ എറർ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡേ ചെയ്തിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു ലെഡ്ജർ പ്രിപ്പറേഷൻ്റെ നോക്കുക, ആ ലെഡ്ജർ പ്രിപ്പറേഷനിൽ നമ്മൾ ജേർണൽസ് തൊട്ടാണ് തുടങ്ങിയത് അല്ലേ? ജേർണൽസ് തൊട്ട് തുടങ്ങിയപ്പോൾ ഈ ഒരു എൻട്രി നോക്കുക, പർച്ചേസസ് ടു ക്യാഷ്. ഈ എൻട്രി കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്തു, എഴുതാൻ വിട്ടുപോയി. അപ്പോൾ 50,000 പർച്ചേസസിലേക്ക് ഡെബിറ്റ് പോയിട്ടില്ല, 50,000 ക്രെഡിറ്റ് ക്യാഷിലേക്കും പോയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? എമൗണ്ടുകൾ ക്യാഷിലുള്ള ബാലൻസ് കുറയും, പർച്ചേസിലുള്ള ബാലൻസും 50,000 കുറയും. ടാലി ആകുമ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആകും. കാരണം ഡെബിറ്റിലും 50,000 ഇല്ല, ക്രെഡിറ്റിലും 50,000 ഇല്ല. സോ രണ്ടാമത്തെ, റോങ് എമൗണ്ട് ഹാസ് ബീൻ റിട്ടൺ ഇൻ ബോത്ത് കോളംസ് ഓഫ് ജേർണൽ. അതായത് നമ്മളിവിടെ 50,000 ആയിരുന്നു ശരിക്കും ട്രാൻസാക്ഷൻ്റെ എമൗണ്ട്, പക്ഷെ നമ്മൾ എടുത്തെഴുതിയപ്പോൾ 5,000 ആണ് ഡെബിറ്റിലും എഴുതിയത്, ക്രെഡിറ്റിലും എഴുതിയത്. അപ്പോഴും നമ്മളുടെ ട്രയൽ ബാലൻസ് ടാലി ആവും. കാരണം ഡെബിറ്റ് സൈഡിലേക്ക് പോകാൻ പോകുന്ന 5,000, ക്രെഡിറ്റിലേക്ക് പോകാൻ പോകുന്നതും 5,000 ആണ്. പക്ഷെ ആൻസർ കറക്റ്റ് ആകുമോ? ഇല്ല. കാരണം നമ്മൾ ട്രാൻസാക്ഷൻ എഴുതേണ്ടിയിരുന്നത് 50,000 ആണ്. അപ്പോൾ പർച്ചേസ് ടോട്ടൽ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 5,000 എഴുതിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ടോട്ടൽ പർച്ചേസ് എത്രയും നമ്മൾ പറയുള്ളൂ? 5,000 പ്ലസ് 2,25,000 വിച്ച് ഇസ് 2,30,000. പക്ഷെ ശരിക്കും എത്ര ഉണ്ടായിരുന്നു? 2,75,000. ടാലി ആയി കിട്ടും, പക്ഷെ പർച്ചേസിൻ്റെയും ക്യാഷിൻ്റെയും എമൗണ്ട്സ് തെറ്റി പോകും. അപ്പോൾ ടാലിങ് ട്രയൽ ബാലൻസ് മാത്രമല്ല നമ്മളുടെ എയിം, ഓൾസോ എൻഷുറിംഗ് ദാറ്റ് ഓൾ ലെഡ്ജേഴ്സ് ഓർ ജേർണൽസ് ആർ പോസ്റ്റഡ് കറക്റ്റ്ലി ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ക്യൂ. ഇനി മൂന്നാമത്തെ, wrong account has been mentioned in the journal. Another thing, ഇവിടെ പർച്ചേസസ് ടു ക്യാഷ് ആണ്. ഏതെങ്കിലും ഒരു ലെഡ്ജറിന്റെ സ്ഥാനത്ത് പേര് മാറിപ്പോയി. ഇപ്പൊ പർച്ചേസ് എഴുതുന്നതിന് പകരം നമ്മൾ ഡിസ്കൗണ്ട് എന്ന് എഴുതി. 50,000 ഡിസ്കൗണ്ട് ഡെബിറ്റിലേക്ക് പോകും, ക്യാഷിലേക്ക് ക്രെഡിറ്റ് 50,000 പോകും. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന് 50,000 കാണും, ക്യാഷിനും ഒരു 50,000 ക്രെഡിറ്റ് കാണും. ട്രയൽ ബാലൻസ് ടാലി ആവും. കാരണം ഈ ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റ് ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് ഒരു ക്രെഡിറ്റും ഉണ്ട്. പക്ഷെ യൂസ് ചെയ്തിരിക്കുന്ന ലെഡ്ജറിന്റെ പേരാണ് തെറ്റിപ്പോയത്. അപ്പം നമ്മളുടെ പർച്ചേസസ് തെറ്റും, നമ്മൾ എഴുതുന്ന ഡിസ്കൗണ്ട് തെറ്റും, പക്ഷെ ട്രയൽ ബാലൻസ്
ടാലി ആയി കിട്ടും. അനദർ എറർ, an entry has not been posted in the ledger at all. ആദ്യത്തെയും നാലാമത്തെയും ഓൾമോസ്റ്റ് സെയിം ആണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് നമ്മളോട് ജേർണൽ തൊട്ടേ എഴുതിയിട്ടില്ല, അതായത് ഈ പർച്ചേസസ് ടു ക്യാഷ് എന്ന് പറയുന്ന ഈ എൻട്രിയേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻട്രി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും മിസ്സിംഗ് ആണ്. അതാണ് ആദ്യം പറഞ്ഞ എറർ. രണ്ടാമത് പറയുന്ന എറർ നോട്ട് പോസ്റ്റഡ് ഇൻ ലെഡ്ജർ, അതായത് ജേർണൽ ഉണ്ടായിരുന്നു, പക്ഷെ ജേർണലിൽ നിന്ന് നമ്മൾ ഓരോന്ന് എടുത്ത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് എടുത്ത് എഴുതിയപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി എഴുതാൻ മിസ്സാക്കി. അപ്പോഴും എന്ത് സംഭവിക്കും? ലെഡ്ജറിന്റെ പർച്ചേസസിൽ ഡെബിറ്റിലും വരത്തില്ല, ക്രെഡിറ്റ് ക്യാഷിലും വരത്തില്ല. ജേർണൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ലെഡ്ജർ ബാലൻസ് ചെയ്യാൻ നേരത്ത് ഈ രണ്ട് അക്കൗണ്ട്സ് ഇല്ല. Yeah, and fifth error is entry is posted twice in the ledger. അതായത് ഒരേ എൻട്രി പർച്ചേസസ് ടു ക്യാഷ് എന്ന് പറയുന്ന എൻട്രി രണ്ട് തവണ പർച്ചേസസിലും ക്യാഷിലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് സംഭവിക്കും? പർച്ചേസസിന്റെയും ക്യാഷിന്റെയും ക്ലോസിംഗ് ബാലൻസസ് വ്യത്യാസം വരും. പക്ഷേ ടാലി ആകുമോ? കാരണം ഡെബിറ്റിലും വന്നിട്ടുണ്ട്, ക്രെഡിറ്റിലും വന്നിട്ടുണ്ട്, രണ്ട് തവണ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ട്രയൽ ബാലൻസ് ടാലി ആയാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് എറർ ഫ്രീ. നമ്മൾക്ക് എറർ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആയി കിട്ടും. അപ്പോൾ എന്താണ് ഈ ട്രയൽ ബാലൻസിൻ്റെ ഗുണം? അല്ലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരിധി വരെ എന്തിനാണ്? ഇമാജിൻ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എഴുതി ഒരു ട്രാൻസാക്ഷൻ ലെഡ്ജർ എഴുതിയപ്പോൾ പർച്ചേസസ് ഇൻ ക്യാഷിൻ്റെ ഈ എൻട്രി തന്നെ എഴുതുക. അൺഫോർച്ചുനേറ്റ്ലി ജേർണലിൽ നമ്മൾ 50,000 എഴുതി, പക്ഷേ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ 5,000 എഴുതിയുള്ളൂ, പർച്ചേസസിൽ 50,000 തന്നെ എഴുതിയിട്ടുണ്ട്. പർച്ചേസസിൽ 50,000 തന്നെ എഴുതിയിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഒരേ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റിലേക്ക് പോയിരിക്കുന്നത് 50,000, ക്രെഡിറ്റിലേക്ക് എടുത്ത് എഴുതിയപ്പോൾ 5,000 വന്നിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ 5,000 വരുമ്പോൾ നമ്മളുടെ എഫക്റ്റ് വരാൻ പോകുന്ന ഏത് അക്കൗണ്ടിലാണ്? ക്യാഷ് അക്കൗണ്ടിലാണ്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്ത് കാണിച്ചേക്കാം. ആ ഒരു ട്രാൻസാക്ഷന് മാത്രമേ ഞാൻ ഈ എറർ പറയുന്നുള്ളൂ. എത്രയായിരിക്കും അപ്പം നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരാൻ പോകുന്നത് ക്യാഷിൽ? So if you see, we will get something called 4,40,000. Yeah, ഈ 4,40,000 ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുന്നതെന്ന് പറയാം. 4,40,000. ബാക്കിയെല്ലാം സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടലിൽ വ്യത്യാസം വരില്ല. ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എത്രയാണ്? 20,05,000. എത്രേൻ്റെയാണ് ഡിഫറൻസ് എന്ന് നോക്കിക്കേ. 45,000. അതായത് 50,000 എഴുതുന്നതിന് പകരം നമ്മൾ 5,000 എഴുതിയുള്ളൂ. ആ ഡിഫറൻസ് ആണ് 45,000 ഇവിടെ വരുന്നത്. സോ ട്രയൽ ബാലൻസ് നമ്മൾക്കൊരു ഇൻഡിക്കേഷൻ തരും, അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് തരും. വെൻ സച്ച് എറേഴ്സ് ക്രീപ്പ് ഇൻ ദാറ്റ് ക്രിയേറ്റ്സ് എ ഡിഫറൻസ് ഇൻ ദ ഡെബിറ്റ് ബാലൻസസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉറപ്പാണ് ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇത് ടാലി ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ വന്നില്ലെങ്കിൽ ഗോ ബാക്ക് ആൻഡ് റീവിസിറ്റ് ഓൾ ജേർണൽസ് ആൻഡ് ലെഡ്ജർ. സോ ട്രയൽ ബാലൻസിൻ്റെ യൂസ് അങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞതുപോലെ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ ലിമിറ്റേഷനായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് വേറെ എമൗണ്ട് രണ്ടിടത്തും ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേപോലെ വരുന്നു. ട്രയൽ ബാലൻസ് ടാലി ആവും, പക്ഷേ ശരിക്കുമുള്ള ആൻസർ അല്ല നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മാത്രം. So this is trial balance preparation from ledgers. In trial balance preparation, one of the common and most frequent used methods ആണ് balance method. ഇനി ഇതേപോലെ മറ്റ് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ ക്വിക്ക്ലി ഡിസ്കസ് ചെയ്യാം, പക്ഷേ അത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. which is nothing but total method. Not something which is very frequently used. Total method. Now what is total method? It says that
ടോട്ടൽ മെത്തേഡ് ഫോളോ ചെയ്താൽ കുറച്ചൊക്കെ നമ്മൾ സമയം ലാഭിക്കാൻ. എങ്ങനെയാണ് ലാഭിക്കുന്നത് നമ്മൾക്ക് നോക്കാം. ഹെഡിങ് വീണ്ടും ഇത് തന്നെയാണ്, ട്രയൽ ബാലൻസ് ആസ് അറ്റ് 31st March 2020. ഇനി കോളംസ് ഏതൊക്കെയാണ്? സീരിയൽ നമ്പർ, അഗൈൻ പെർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് ഓരോ ലെഡ്ജറിൻ്റെയും പേര് എഴുതാനാണ്. ലെഡ്ജർ ഫോളിയോ. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളത് ടോട്ടൽ ഇലസ്ട്രേഷൻ 1 വെച്ചിട്ട് ടോട്ടൽ അമൗണ്ട്സ് അല്ലെ ടോട്ടൽ ഡെബിറ്റ് ഐറ്റംസ് എന്നാണ്. ടോട്ടൽ ഡെബിറ്റ് ഐറ്റംസ് and total credit items. Is rupees. So how do we record under total method? വീണ്ടും ലെഡ്ജറിലേക്ക് നമ്മൾക്കൊന്ന് തിരിച്ചു പോകാം. എങ്ങനെയാണ് ഇത് ടൈം സേവ് ചെയ്യുന്നൊരു മെത്തേഡായിട്ട് വരുന്നത് നമുക്ക് പറയാം. എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ബാലൻസ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇല്ല ടോട്ടൽ മെത്തേഡിൽ. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ ഇതൊന്ന് മായ്ക്കുകയാണ് കേട്ടോ. ലെഡ്ജർ സ്റ്റേജിൽ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സെപ്പറേറ്റ്ലി ടോട്ടൽ ചെയ്യണം, ക്രെഡിറ്റും സെപ്പറേറ്റ്ലി ടോട്ടൽ ചെയ്ത് താഴേക്ക് എടുത്തെഴുതണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിന് എന്തായിരിക്കും ബാലൻസ്? 11,45,000. ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് 10,000. അപ്പോൾ ബാലൻസ് മെത്തേഡിൽ ലെഡ്ജറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ബേസ് കുറച്ച് മാറുകയാണ് when you have to follow total method കേട്ടോ. അവിടെ ലെഡ്ജറിൽ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് മെത്തേഡിൽ സാധാരണ ഫോളോ ചെയ്യുന്ന ആ ഒരു ബേസിക്സ് വെച്ചിട്ടാണ് ലെഡ്ജർ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് വെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് മെത്തേഡ് മാറി ടോട്ടൽ മെത്തേഡ് ആകുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിലെ ലെഡ്ജർ പ്രസൻറ്റേഷനും കുറച്ചൊരു മാറ്റം വരും. അതാണ് ഇവിടെ പറയുന്നത്. ലെഡ്ജേഴ്സ് ബാലൻസ് ചെയ്യില്ല, പകരം ഓരോ ലെഡ്ജറിൻ്റെയും ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും അതാത് സൈഡുകളിൽ ടോട്ടലായിട്ട് എടുത്തെഴുതുക. അത് സെയിം ആവണമെന്നില്ല, അക്കൗണ്ടിൻ്റെ അതേപോലെ പൊസിഷൻ എടുത്ത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾക്ക് കിട്ടി. ബാങ്കിൻ്റെ ഡെബിറ്റ് എത്രയുണ്ട്? 11,45,000. ക്രെഡിറ്റ് എത്രയുണ്ട്? 10,000. നമ്മൾക്ക് റീസൺസ് ഒന്നും വേണ്ട, ടോട്ടൽസ് മാത്രം മതി. ഇതങ്ങനെ തന്നെ എവിടെ കൊണ്ട് എഴുതണം? ട്രയൽ ബാലൻസിൻ്റെ മെത്തേഡിൽ കൊണ്ടെഴുതുന്നത്. അതായത് ആദ്യത്തേത് ബാങ്ക് ആണല്ലോ. ബാങ്കിൻ്റെ ഡെബിറ്റിൽ ടോട്ടൽ ചെയ്തപ്പോൾ നമ്മൾക്ക് വന്നത് 11,45,000 ആണ്. 11,45,000. ക്രെഡിറ്റിലോ 10,000. അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇങ്ങനെ ഓരോ ലെഡ്ജറിൻ്റെയും ടോട്ടൽ ഡെബിറ്റ് ഐറ്റംസും എഴുതുക, ടോട്ടൽ ക്രെഡിറ്റും, അതായത് ആ ലെഡ്ജറിൻ്റെ ബാലൻസ് ഒന്നും ചെയ്യാതെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെബിറ്റ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് അക്കൗണ്ട് എടുത്തെഴുതി ട്രയൽ ബാലൻസിലേക്ക് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടാലി ചെയ്ത് നോക്കുക, ഇറ്റ് വിൽ ടാലി ആവും. അപ്പോൾ അടുത്തത് ക്യാഷ് ആണെന്ന് വെക്കുക. ക്യാഷും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. I'm not going to go into much detail in these methods because that is not generally used. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്യാഷ് അക്കൗണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബാലൻസ് എന്ന് പറയുന്ന പരിപാടിയില്ല. സോ എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റിൽ ടോട്ടൽ ചെയ്യുക, വിച്ച് ഇസ് 8,10,000. ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക, വിച്ച് ഇസ് 4,15,000. ഇത് സെയിം ആവണമെന്നില്ല, ജസ്റ്റ് ടോട്ടൽ എടുത്തെഴുതിയാൽ മതി. ഇനി ക്യാഷ് അക്കൗണ്ടിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 8,10,000 ഡെബിറ്റ് എന്ന് 4,15,000 ക്രെഡിറ്റിൻ്റെ ടോട്ടൽസ് എന്നും എടുത്തെഴുതും. അങ്ങനെ എല്ലാ ലെഡ്ജേഴ്സും എഴുതി കഴിയുമ്പോൾ എല്ലാ ടോട്ടൽ ഡെബിറ്റിൻ്റെയും ടോട്ടൽ ക്രെഡിറ്റും ടാലി ചെയ്ത് നോക്കുമ്പോൾ ടാലി ആവാതെ പോകില്ല. അൺലെസ് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് എടുത്തെഴുതിയപ്പോൾ ഒരു 0 കുറഞ്ഞു പോയി, കൂടിപ്പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം അവിടെയും ട്രയൽ ബാലൻസ് ടാലി ആകാതെ വരും. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് എന്തായാലും ടാലിയായി കിട്ടും. ദിസ് ഇസ് total method. Ini there is another method which is a combination of total method as well as balance method. Total and balance method ennulladu combined format undu, which again has heading
trial balance as at 31st March 2020. ഇതിൽ വരുന്ന കോളംസ് കുറച്ചും കൂടെ കൂടുതലാണ്. ഏതൊക്കെയാണ് കോളം? സീരിയൽ നമ്പർ, particulars, ledger folio, balance മെത്തേഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളം ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് അതായത് ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ എടുത്തെഴുതുന്ന കോളംസ്. അതുകൂടാതെ ആ അക്കൗണ്ടിൻ്റെ ടോട്ടൽ ഡെബിറ്റ് ഐറ്റംസ് and total credit items. Yeah. So it's a combination of both the above discussed methods. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ വീണ്ടും ബാങ്ക് തന്നെ ഒന്ന് എടുത്തെഴുതി നോക്കാം. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് എത്രയായിരുന്നു? ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ കണ്ടുപിടിച്ചാണ്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തെഴുതുകയാണ് കേട്ടോ. ബാലൻസ് എത്രയായിരുന്നു? 11,35,000. ഏത് ബാലൻസ് ആയിരുന്നു? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ താഴെ ഡെബിറ്റ് റുപ്പീസിന്റെ താഴെ 11,35,000. ഈ രണ്ട് കോളം എന്ന് പറയുന്നത് ഓരോ ലെഡ്ജറിനുമുള്ള ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് എടുത്തെഴുതാൻ വേണ്ടിയുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കോളംസും ഇതേ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ എത്ര ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സൈഡിൽ എത്ര ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഏത് മെത്തേഡിൽ നമ്മൾ ചെയ്തത് തന്നെയാണ്? ടോട്ടൽ മെത്തേഡിൽ ചെയ്താണ് അല്ലേ. ഡെബിറ്റിൻ്റെ ടോട്ടൽ 11,45,000, ക്രെഡിറ്റിൻ്റെ 10,000. സോ വി വിൽ റെക്കോർഡ് ദാറ്റ് 11,45,000 and 10,000. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ടോട്ടൽ ഡെബിറ്റിൻ്റെയും ടോട്ടൽ ക്രെഡിറ്റ് ഐറ്റംസും എഴുതിയിരിക്കുന്നത് നെറ്റ് ഓഫ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ 4th and 5th കോളമായ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് നമ്മൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഇതേപോലെ ക്യാഷിൻ്റെ ബാലൻസ് നമ്മൾ 3,95,000 ഡെബിറ്റ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. സോ 3,95,000. പക്ഷേ 3,95,000 വന്നതിൻ്റെ കാരണം ഡെബിറ്റിലും ക്രെഡിറ്റിലും 8,10,000 4,15,000 ആയതുകൊണ്ട് ആണ്. സോ അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ലെഡ്ജർ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. അതായത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബാലൻസിങ് ഫിഗർ ഇത് നമ്മൾ ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസും ചെയ്യണം, അതേപോലെ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സെപ്പറേറ്റ്ലി നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അതിവിടെ എഴുതണ്ട, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സോ ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ഉണ്ടെങ്കിലും we will use only the commonly used method called balance method. Yeah. So these are the three methods. ഇനി നമ്മൾക്ക് ഇനി റൂൾസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ട്രയൽ ബാലൻസ്. ജനറൽ റൂൾസ് ആണ് ഇവിടെ പറയുന്നത്, വിച്ച് വി ഹാഡ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഓരോ ലെഡ്ജർ കിട്ടും അല്ലേ. ആ ലെഡ്ജറിൻ്റെ അക്കൗണ്ട് ടൈപ്പ്, അതായത് അക്കൗണ്ടിങ് ഈക്വേഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്പ് ഏതാണോ അതിനുള്ള സാധാരണയുള്ള നോർമൽ ബാലൻസ് ആയിരിക്കണം ജനറലി ഈ ഓരോ ലെഡ്ജേഴ്സിനും വരേണ്ടത്. അപ്പോൾ ബാങ്ക് ഒരു അസറ്റ് ആണെങ്കിൽ അസറ്റിൻ്റെ നോർമൽ ബാലൻസ് ആയ ഡെബിറ്റ്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ റൂള് നമ്മുടെ ഓർമ്മയിൽ വേണം. ഏത് റൂളാണ്? അക്കൗണ്ടിങ് ഈക്വേഷൻ്റെ റൂള്. ഈ നോർമൽ ബാലൻസിൻ്റെ ഈ റൂള് നമ്മളുടെ ഓർമ്മയിൽ വേണം. ഒരു പരിധി വരെ എല്ലാ ലെഡ്ജേഴ്സിനും ഈ ഒരു നോർമൽ ബാലൻസ് തന്നെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ടാണ് ആ റൂള് ഓർമ്മയിൽ വേണമെന്ന് പറഞ്ഞത്.
പക്ഷേ അത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് ദാറ്റ് ക്യാൻ വേരി. പക്ഷേ ഒരു ബേസ് റൂളായിട്ട് നമ്മളിത് ഓർത്തിരിക്കണം. എന്താണ് അപ്പോൾ റൂളായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ? ലെഡ്ജേഴ്സ് എഴുതുന്ന ലെഡ്ജർ അസറ്റ് ആണെങ്കിൽ സാധാരണ അതിന് വരേണ്ടത് ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി ആണെങ്കിൽ സാധാരണ വരേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ ആണെങ്കിൽ സാധാരണ വരേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസസിനാണെങ്കിൽ ഡെബിറ്റ് ആൻഡ് ഇൻകംസ് അല്ലെ ഗെയിനാണെങ്കിൽ ക്രെഡിറ്റ്. ഈ ഒരു റൂള് നമ്മളുടെ മനസ്സിൽ വേണം. ഒരു പരിധി വരെ ആ ബാലൻസ് തന്നെയായിരിക്കും ഈ അക്കൗണ്ട്സിനും ഉണ്ടാവാൻ പോകുന്നത്. നമ്മളിപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് എടുത്താൽ തന്നെ അറിയാം. ക്യാഷ് ആൻഡ് ബാങ്ക് അസറ്റ് ആണ്, അതിനുള്ളത് ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾക്കും കിട്ടിയത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന് ജനറലി ഉള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മളും എടുത്തെഴുതിയപ്പോൾ വന്നത് credit balance ആണ്. Rent and salary are expenses. It has normally debit balance. We also have arrived at debit balances. Discount received is an income. It generally has a credit balance. We also have got a credit balance. Discount allowed and purchases are expenses, having debit balance. Sales is a income account. It has a credit balance. അപ്പോൾ ഒരു പരിധി വരെ ഇതേ ബാലൻസ് അക്കൗണ്ട് ടൈപ്പിൻ്റെ ബാലൻസസ് ആയിരിക്കും ട്രയൽ ബാലൻസിൽ ബാലൻസ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ റൂൾ ഒന്ന് ഓർത്ത് വേണം ചെയ്യാൻ. ബിക്കോസ് നമ്മൾക്ക് ഒരിക്കലും തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ആ റൂള് നമ്മളുടെ മനസ്സിൽ വേണം. ഇനി നമ്മൾക്ക് ആ റൂള് എന്തുകൊണ്ട് മനസ്സിൽ വേണം, അല്ലെങ്കിൽ കുറേ ലെഡ്ജേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. So I think we will take up illustration number 3, wherein following ledger balances തന്നിട്ടുണ്ട്. Prepare a trial balance of Anuradha Traders as on 31st March 2016. ഇപ്പോൾ ledger balances ആണ് തന്നിരിക്കുന്നത്. So which means we will have to follow ബാലൻസ് മെത്തേഡ്. നമ്മൾ ഇനി എപ്പോഴും ബാലൻസ് മെത്തേഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ബാക്കി രണ്ട് മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഓരോ ലെഡ്ജറും തന്നിട്ടുണ്ട്, അതിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അത് ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ നമ്മളോട് പറയുന്നില്ല. അപ്പം നമ്മൾ വേണം അതിനെ അസൈൻ ചെയ്യാൻ, വെദർ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ്. അത് അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്തറിഞ്ഞിരിക്കണം? ഓരോ അക്കൗണ്ട് കാറ്റഗറിയുടെയും നോർമൽ ബാലൻസ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് ആ റൂള് പഠിക്കണമെന്ന് അല്ലെങ്കിൽ റൂൾ ഓർത്തിരിക്കണമെന്ന് പറയുന്നത്. Yeah, these rules. So now let us prepare a trial balance under balance method. Trial balance, asset 31st March 2016. Serial number, particulars, ledger folio, debit rupees and credit rupees. Yeah. Illustration number 3. First ledger capital. Amount 1 lakh ആണ് ബാലൻസ്. ഇത് ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ? ക്യാപിറ്റലിന് സാധാരണയുള്ള ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ വി വിൽ റൈറ്റ് ഡൗൺ first account capital, normal balance 1 lakh, it is a credit balance. അപ്പോൾ ബാലൻസുകൾ ഏതാണെന്ന് പറയുന്നില്ലെങ്കിൽ ആ ലെഡ്ജർ ടൈപ്പിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് ടൈപ്പിൻ്റെ നോർമൽ ബാലൻസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ തന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വേറെ ഇറ്റ് കുഡ് ഡിഫർ, റിയാലിറ്റി കുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ സെനാരിയോ. അടുത്തത് സെയിൽസ് 1,66,000. സെയിൽസ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്? ഇൻകം അക്കൗണ്ട് ആണ്. ഇൻകത്തിന് ജനറലി ക്രെഡിറ്റ് ബാലൻസ്. സോ നെക്സ്റ്റ് ഇസ് സെയിൽസ് അക്കൗണ്ട് 1,66,000. Third ledger, purchases account 1,50,000 and balance amount. Purchases in the type of account and expenses. So my balance will be a debit balance 1,50,000. Fourth one,
Sales return 1000. Sales is an income. Now what is a sales return? നമ്മൾ സാധനങ്ങൾ വിറ്റു, അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ തിരികെ കൊണ്ടു തരികയാണ് അല്ലേ, അതിനാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മളാണെങ്കിലും എവിടെന്നെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങിച്ചാൽ അതിലൊരു ഡാമേജോ കീറലോ ഒക്കെ ഉണ്ടെങ്കിൽ we will go and return it and purchase another thing or ക്യാഷ് തിരിച്ചു വാങ്ങിക്കും അല്ലേ. സോ അത് തന്നെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ സെയിൽ ചെയ്ത സാധനം റിട്ടേൺ തിരിച്ച് ബിസിനസ്സിലേക്ക് വന്നു. So if sales is an income, sales return will be an opposite effect of that sale അല്ലേ. സെയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോകുന്നു, സെയിൽസ് റിട്ടേൺ പോയ സാധനങ്ങൾ തിരിച്ചു വരുന്നു. So which is an opposite effect of sales. So if sales has a credit, sales is an income, sales return will be kind of an expense. അപ്പോൾ സെയിൽസ് റിട്ടേൺ എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? 1000 ഡെബിറ്റ് ബാലൻസ്. So sales return 1000 ഡെബിറ്റ് ബാലൻസ്. അടുത്ത അക്കൗണ്ട് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് 2000 രൂപയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ അലൗ ചെയ്യുന്നതാണ് when a debtor gives cash to us. So discount allowed is an expense for us. So discount allowed expense ആണെങ്കിൽ അതിനുള്ള നോർമൽ ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. So discount allowed should be, so discount allowed as a debit balance because it's an expense. 2000. Next is expenses 10,000. അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. Trade receivables. Trade receivables is nothing but another name for debtors അല്ലേ. അപ്പോൾ debtors is an asset. Assetന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. So trade receivables 75,000 is a debit balance. Next is trade payables. Trade payables is nothing but another name for creditors. So creditors എന്ന് വെച്ചാൽ നമ്മുടെ liability ആണ്, that has a credit balance. So trade payables 25,000 is a credit balance. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്തു. ബാങ്ക് FD ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ആവാം. സോ ഓൾ ദീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ മൈ അസെറ്റ്. സോ ഇൻവെസ്റ്റ്മെന്റ്സ് 15,000 അസെറ്റിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഇൻവെസ്റ്റ്മെന്റ്സിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് amount was 15,000. ഇനി നെക്സ്റ്റ് ലെഡ്ജർ വാസ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഇൻ ഹാൻഡ്. അതായത് ക്യാഷ് ആയിട്ട് നമ്മളുടെ കയ്യിലുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളതും കൂടെ ക്ലബ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് 37,000. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്കിലുള്ള ബാലൻസ് ഈസ് ആൻ അസെറ്റ് ഫോർ മീ. സോ ദാറ്റ് ഹാസ് എ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഇൻ ഹാൻഡ് 37,000 ഡെബിറ്റ് ബാലൻസ്. നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് കിട്ടി. ദാറ്റ് ഈസ് ആൻ ഇൻകം അല്ലെ, വരുമാനമായിട്ട് നമ്മുടെ അല്ലേ. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ആൻ ഇൻകം 1,500 which will have a credit balance. Interest received on investments 1,500 will have a credit balance. And last account which is insurance paid. നമ്മൾ പേ ചെയ്ത ഇൻഷുറൻസ് അത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. സോ ഇൻഷുറൻസ് പെയ്ഡ് വിൽ ഹാവ് എ ഡെബിറ്റ് ബാലൻസ് സിൻസ് ഇറ്റ്സ് എ എക്സ്പെൻസ് അക്കൗണ്ട് 2,500. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ലെഡ്ജേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. സോ നമ്മൾക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. $2,92,500 debit into total,
credit in the total, that is also 2,92,500. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ബാലൻസസ് ഒക്കെ അരിത്മെറ്റിക്കൽ അക്യുറേറ്റ് ആണെന്ന് നമ്മൾക്ക് ക്ലിയർ ആയി, കാരണം ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആയി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ടും ഏത് ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണെന്നും അതിൻ്റെ റെഗുലർ ആയിട്ടുള്ള നോർമൽ ബാലൻസ് ടൈപ്പും എന്താണെന്ന് നമ്മൾക്ക് അറിയണം. അപ്പോഴാണ് നമ്മൾക്ക് ഈ അസൈൻമെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇൻ ബിസിനസ്സസ് വെൻ ട്രാൻസാക്ഷൻസ് ഒക്കർ ഇറ്റ് നീഡ് നോട്ട് ബി എ കമ്പൽഷൻ ദാറ്റ് ഈ ഓരോ അക്കൗണ്ടിനും ആ ലെഡ്ജർ അതിൻ്റെ നോർമൽ ബാലൻസ് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോഴൊക്കെ തിരിഞ്ഞും വരാം. പക്ഷേ ഈ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇലസ്ട്രേഷൻ 3 is completed. ഇത് വേറൊരു രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ വി വിൽ ഗോ ahead and present in this format itself. ഇനി one of your clients illustration number 4 ഉണ്ട്. ഇലസ്ട്രേഷൻ നമ്പർ 4, ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് അയാൾ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അയാൾ പല അക്കൗണ്ടുകളും ബാലൻസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആണോ അല്ലേ, അതായത് എടുത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലെഡ്ജറിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ നമ്മളൊന്ന് അസൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ടോട്ടലി ടാലി ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബാലൻസസ് ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം, ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് നമ്മളുടെ ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാശാണ്. സോ ലയബിലിറ്റിക്ക് ജനറലി വരേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടതിന് പകരം അവരെഴുതിയിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ എന്തൊക്കെ എറേഴ്സ് അങ്ങനെയുണ്ടോ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ അപ്രോപ്രിയേറ്റ്ലി ഡെബിറ്റും ക്രെഡിറ്റും ആക്കുക. അപ്പോൾ അത് നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സോ ദിസ് ഈസ് വാട്ട് ട്രയൽ ബാലൻസ് is all about. Now we will take up all this multiple choice questions once we finish accounting process ഒന്ന് കഴിഞ്ഞ് സബ്സിഡിയറി ബുക്സ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ക്യുമുലേറ്റീവ് ആയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ഉള്ളതും അല്ലാതെ ഉള്ളതും നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ട്രയൽ ബാലൻസ് ഇസ് ഫെയർലി സിമ്പിൾ. ഇഫ് ലെഡ്ജേഴ്സ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതുന്ന പ്രോസസ്സ് മാത്രമേ ഈ ട്രയൽ ബാലൻസിന് ഉള്ളൂ. സോ ടാലി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പരിധി വരെ ഇറ്റ് ഈസ് കറക്റ്റ്ലി റെക്കോർഡഡ്, ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എറർ ഫ്രീ. ഒരു കുറച്ചെങ്കിലും ശരിയാണെന്ന് നമ്മൾക്കൊരു ഇൻഡിക്കേഷൻ തരുന്നതാണ്. അൺലെസ് and until you can find out or trace out any missing transaction or double ആയിട്ട് എഴുതി ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു പോയിന്റും കൂടെ പറയാനുണ്ടായിരുന്നു, which is sometimes when we record transactions, നമ്മൾ പറഞ്ഞതുപോലെ ജേർണൽസിൻ്റെ ഈ ഒരു ലെഡ്ജർ ബേസ് എടുത്തിട്ട് പറഞ്ഞിരുന്നു, പർച്ചേസസ് ടു ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു ട്രാൻസാക്ഷനിൽ ചിലപ്പോൾ എടുത്തെഴുതിയപ്പോൾ ക്യാഷിൽ മാത്രം 5,000 പർച്ചേസസിൽ 50,000 എറർ സംഭവിച്ചത് നമ്മൾ നോട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ നമ്മളുടെ ട്രയൽ ബാലൻസിലും ആ എറർ കയറി വന്നു, അതായത് ടാലി ആയില്ല. സോ ടാലി ആവാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാലി ആവാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഐ തിങ്ക് ഇറ്റ് വാസ് 4,40,000 വരും. 4,40,000 ടോട്ടൽ ഡിഫറൻസും വന്നു 20,05,000 19,06,000. സോ അങ്ങനെയുള്ളപ്പോൾ വി ആർ ഓൾറെഡി പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് അറ്റ് ദ ലാസ്റ്റ് ഡേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ അതിന് സമയം സ്പെൻഡ് ചെയ്യാനില്ല, എറർ എല്ലാ ട്രാൻസാക്ഷനും കണ്ടുപിടിക്കാൻ. അപ്പോൾ ട്രയൽ ബാലൻസ് ഫോർ ദ ടൈം ബീയിങ് ടാലി ആക്കാൻ നമ്മളൊരു ലെഡ്ജർ യൂസ് ചെയ്യും, വിച്ച് ഈസ് നത്തിങ് ബട്ട് സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ഒരു പരിധി വരെ അറിയാം. പക്ഷേ നമുക്ക് റെക്ടിഫിക്കേഷനിലേക്ക് ചാപ്റ്ററിലേക്കൊക്കെ പോകുമ്പോൾ വി വിൽ ടോക്ക് അബൌട്ട് ദിസ്. ഇപ്പോൾ അറിഞ്ഞിരിക്കുക, സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരികയാണെങ്കിൽ അതിനെ ടാലി ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെഡ്ജറാണ്. നമ്മൾ അഡീഷണലി അങ്ങനെ ഒരു ലെഡ്ജർ ഉണ്ടാക്കി നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് ദിസ് വാസ് ആ ഒരു എറർ തന്നെ എടുത്തിട്ട് 4,40,000 ആയിരുന്നെങ്കിൽ ടോട്ടൽ വുഡ് ഹാവ് ബീൻ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ടോട്ടൽ തെറ്റാണ് നമ്മൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ കിട്ടാൻ പോകുന്നത് 20,05,000 ആണ്.
അപ്പോൾ ആ 20,05,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും ഇത്രയും 19,60,000 നമുക്ക് മനസ്സിലായ ഒരു എറർ ഉണ്ട്. അപ്പോൾ ആ എറർ തൽക്കാലത്തേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സസ്പെൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എവിടെയാണോ ടാലി ആവാൻ അല്ലെങ്കിൽ എവിടെയാണോ ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ കൊണ്ട് അതിനെ പോസ്റ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽസ് ടാലി ആക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡെബിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റും 20,05,000 ആക്കാൻ ആ ഡിഫറൻസ് ടാലി ആവാതെ കിടക്കുന്ന ആ ഡിഫറൻസ് എടുത്ത് സസ്പെൻസ് അക്കൗണ്ടിൽ കൊണ്ടിടും. അപ്പോൾ എന്ത് സംഭവിക്കും, ടോട്ടൽ 20,05,000 എന്ന് പറഞ്ഞ് വന്നോളും. അപ്പോൾ അക്കൗണ്ട് ഒരു അക്കൗണ്ട് നമ്മൾ അഡീഷണലി സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടേക്കാണ്. സസ്പെൻസ് ഇസ് നത്തിങ് ബട്ട് യു ഡോണ്ട് നോ വാട്ട് ഇസ് ദ എറർ, ബട്ട് യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. താൽക്കാലികമായിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ടാലി ആക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ട്രയൽ ബാലൻസ് ആണ് നമ്മളുടെ ബാലൻസ് ഷീറ്റും P&L പ്രിപ്പറേഷൻ്റെ ബേസ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ ആ മിസ്സിംഗ് എമൗണ്ടിനെ കൊണ്ട് സസ്പെൻസിൽ തൽക്കാലത്തേക്ക് ഇടും. എന്നിട്ട് യു ഹാവ് ടൈം ഓർ വെൻ യു ഹാവ് ആമ്പിൾ ടൈം യു വിൽ ഗോ ബാക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ എറർ, എന്താണ് എറർ എന്ന് കണ്ടുപിടിച്ച് then you remove the suspense at that time and you can trace out the error till you find out the error. To show a tallied trial balance you will open an account called suspense. ഇനിയിപ്പോൾ സസ്പെൻസ് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു എമൗണ്ട് കൂടുതൽ, ഡെബിറ്റിൽ കുറവായിരുന്നെങ്കിൽ നമ്മൾ ഈ സസ്പെൻസ് എന്ന് പറഞ്ഞ് എവിടെ കൊണ്ടിടും, ഡെബിറ്റ് സൈഡിലാണ് മിസ്സിംഗ് ഫിഗർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എററായിട്ട് വന്ന എമൗണ്ട് 45,000 ആണ്. അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എവിടെയാണ് മിസ്സായി പോയിട്ടുള്ളത് എന്നുള്ളത്. സോ ഇങ്ങനെ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ മാനുവലി കറക്റ്റ് ചെയ്ത് ടാലി ചെയ്യുന്ന ട്രയൽ ബാലൻസിനെയാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ഇതിൻ്റെ ട്രയൽ ബാലൻസ് ഷോർട്ടായിട്ട് നമ്മൾ TB എന്നും പറയും. സോ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ആണ് വെൻ സസ്പെൻസ് യൂസ് ചെയ്ത് വെൻ യു ടാലി ഔട്ട് എ ട്രയൽ ബാലൻസ്. സോ സസ്പെൻസ് അക്കൗണ്ട് ഒക്കെ we will take up detailedly when we do rectification of errors and all those stuff. So right now understand that adjusted trial balance ടാലി ആവുന്നത് സസ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉപയോഗിച്ചാണ്. ഇനി നിങ്ങൾ ജേർണലും ലെഡ്ജറും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പായ ലെഡ്ജറും ട്രയൽ ബാലൻസും നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ബുക്ക് കീപ്പിങ്ങിൻ്റെ സ്റ്റെപ്പും thorough ആയിക്കോളും. So in next class we will take up another topic which is subsidiary books. So till we meet again, stay safe and happy. Thank you.